സാർ, പത്മജ നായിഡു നെഹ്റുവിൻ്റെ കാമുകിയായിരുന്നു സാറ് നേരത്തെ ഒരു ചർച്ചയ്ക്കിടയിൽ പറഞ്ഞിരുന്നു. അപ്പം ആ പത്മജ നായിഡു ആരാണ്, എന്താണെന്നൊക്കെ ഉള്ളത് പ്രേക്ഷകരുടെ മുമ്പിലേക്കൊന്ന് വിശദീകരിക്കാൻ ഇത്തവണ കഥയമമ്മയിലൂടെ അതൊന്ന് പറയാമോ? അത് പറയാം. പത്മജ നായിഡു സരോജിനി നായിഡുവിൻ്റെ മകളാണ്. സരോജിനി നായിഡു കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നല്ലോ. അതെ, പാട്ടുകാരിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ സരോജിനി നായിഡുവിൻ്റെ ഈ മകളായിട്ടുള്ള പത്മജ നായിഡു പശ്ചിമ ബംഗാളിൻ്റെ 4ാമത്തെ ഗവർണറായിരുന്നു. 1956 മുതൽ 1967 വരെ ഗവർണറായിരുന്നു. കുഴപ്പമില്ല അല്ലേ? 11 വർഷം ഉപകാരസ്മരണ നെഹ്റുവിൻ്റെ. അപ്പോൾ ഹൈദരാബാദിൽ ഈ അച്ഛൻ തെലുഗു കാപ്പു സമുദായത്തിൽപ്പെട്ട ആളാണ്. ഈ സരോജിനി നായിഡു അവർ ബംഗാളി ബ്രാഹ്മിൻ ആണ്. അവരുടെ ഭർത്താവ് ഡോക്ടർ മുത്തൈല ഗോവിന്ദരാജുലു നായിഡു ഡോക്ടറായിരുന്നു. അപ്പോൾ അവരുടെ മകള്, അവരുടെ രണ്ടുപേരുടെയും ഗോവിന്ദരാജുലു നായിഡുവിൻ്റെയും സരോജിനിയുടെയും മകളാണ് പത്മജ. പത്മജയ്ക്ക് 4 സഹോദരങ്ങൾ വേറെ ഉണ്ട്. ഇവർ മൂത്ത മകളാണ്. പത്മജ നായിഡു സരോജിനി നായിഡുവിൻ്റെ മൂത്ത മകള്. 4 സഹോദരങ്ങൾ വേറെ ഉണ്ട്. ജയസൂര്യ, ലീലാമണി, നിലാവർ, രൺധീർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരൊക്കെ ഈ മൊത്തത്തിൽ ഈ കുടുംബം ഈ സ്വാതന്ത്ര്യ വാഞ്ചയൊക്കെയുള്ള ആളുകളാണ് അവർ. അപ്പോൾ 21 വയസ്സിൽ പത്മജ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹൈദരാബാദ് നാട്ടുരാജ്യത്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടർ ആണ്. അവരും കൂടിയൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. അന്ന് നാട്ടുരാജ്യത്തിൽ വെവ്വേറെ കോൺഗ്രസ്സുകളാണല്ലോ ഉണ്ടാവുക. തിരുവിതാംകൂറിൽ തിരുവിതാംകൂർ കോൺഗ്രസ്. അങ്ങനെ ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ അവർ പങ്കെടുത്തിരുന്നു. ഈ ജിന്നയുടെ ഭാര്യ രത്തൻബായ് റട്ടി പെറ്റിറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരിവരുടെ വലിയ സുഹൃത്തായിരുന്നു, കൂട്ടുകാരി, അടുത്ത കൂട്ടുകാരി ആയിരുന്നു. പിന്നെ വിജയലക്ഷ്മി പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ സഹോദരി, അത്യാവശ്യം നന്നായിട്ട് അറിയാമായിരുന്നു. വിജയലക്ഷ്മി പണ്ഡിറ്റ് നന്നായിട്ട് തന്നെയാണ് പെരുമാറിയിരുന്നത് ഈ പത്മജയോട്. ഇന്ദിരാഗാന്ധി അങ്ങനെ അല്ല. ഇന്ദിരാഗാന്ധി ഇവരെ ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. വീട്ടിൽ വന്ന് താമസിക്കുന്നതിലൊന്നും ഇന്ദിരാഗാന്ധിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്യൂപ്പിൾ ജേക്കർ ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. പ്യൂപ്പിൾ ജേക്കർ ഒരു കാലത്ത് ഡൽഹിയിലെ വലിയ ഈ സാംസ്കാരിക ചക്രവർത്തിനി ഒക്കെ ആയിരുന്ന സ്ത്രീയാണ് പ്യൂപ്പിൾ ജേക്കർ. ഇന്നവരുടെ കുടുംബമായിട്ട് വലിയ ബന്ധവും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിജയലക്ഷ്മി പണ്ഡിറ്റ് പ്യൂപ്പിൾ ജേക്കർ ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയല്ലോ. അപ്പോൾ പ്യൂപ്പിൾ ജേക്കർ പോയി വിജയലക്ഷ്മി പണ്ഡിറ്റിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, അഭിമുഖം. അപ്പോൾ വിജയലക്ഷ്മി പണ്ഡിറ്റ് പ്യൂപ്പിൾ ജേക്കറിനോട് പറഞ്ഞിരുന്നു, നെഹ്റുവും പത്മജ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മറ്റേ പ്യൂപ്പിളിനെ അറിയില്ലേ, അവർ വളരെ വർഷങ്ങൾ ഒന്നിച്ച് ജീവിച്ചതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ദിരയുടെ കാര്യം അവർ എന്താണ് വിവാഹം കഴിക്കാതിരുന്നത് എന്നും ചോദിച്ചിരുന്നു. അപ്പോൾ പ്യൂപ്പിൾ ജേക്കറിനോട് വിജയലക്ഷ്മി പണ്ഡിറ്റ് പറഞ്ഞു, അത് ഇന്ദിരാഗാന്ധിക്ക് ബുദ്ധിമുട്ട് തോന്നണ്ട എന്ന് വെച്ചിട്ടാണ് അത് നടക്കാതെ പോയത്. പക്ഷെ ഒരു ദിവസം ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന് നെഹ്റു ചോദിക്കും എന്ന് പത്മജ വിചാരിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം പ്രപ്പോസ് ചെയ്യും എന്ന് കരുതി അതിങ്ങനെ പോയി. ഇവർ ഗവർണർ പദവിയിൽ നിന്നൊക്കെ വിരമിച്ച ശേഷം ഇവർ മറ്റേ തീൻമൂർത്തി ഭവൻ ഉണ്ടല്ലോ അലഹാബാദിൽ, ആ തീൻമൂർത്തി വളപ്പിലെ ഒരു ബംഗ്ലാവിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അത് സാധാരണഗതിയിൽ കുടുംബാംഗങ്ങൾക്കല്ലേ അത്തരം സൗകര്യങ്ങളൊക്കെ കിട്ടുക. തീൻമൂർത്തി ഭവൻ്റെ വളപ്പിൽ തന്നെയാണ് അവർ താമസിച്ചിരുന്നത്. 1975 മരിക്കും വരെ അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അത് നെഹ്റുവിൻ്റെ വസതി പിന്നെ മ്യൂസിയം ആയല്ലോ തീൻമൂർത്തി ഭവൻ. ഈ പത്മജ നായിഡുവിന് ആദ്യത്തെ പ്രണയം നെഹ്റു അല്ല. ഈ ഹൈദരാബാദിൽ നവാബ് സലാർ ജംഗ് ആയിരുന്നു ആദ്യത്തെ കാമുകൻ. ഈ
അത് പറയുമ്പോൾ ഈ സരോജിനി നായിഡുവിൻ്റെ ഒരു കാര്യവും പറയണം. സരോജിനി നായിഡുവിന് ജിന്നയോട് വലിയ പ്രണയം ഉണ്ടായിരുന്നു. ആണല്ലേ? ആ കഥ നമുക്ക് പിന്നെ പറയാം, പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അതെ. അപ്പോൾ ഈ അത് ഒരു സ്ഥലത്തും എത്തിയില്ല, ഈ സലാർ ജംഗുമായിട്ടുള്ള പ്രണയം. എം ഒ മത്തായിയുടെ റെമിനിസെൻസസ് ഓഫ് നെഹ്റു ഏജ് എന്ന് പറയുന്ന പുസ്തകത്തിൽ 1946 അലഹാബാദിൽ വെച്ച് പത്മജ നായിഡുവിനെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. വീട്ടിൽ ഈ തിൻമൂർത്തി ഭവനിൽ അവിടുത്തെ മേൽനോട്ടക്കാരിയായിട്ട് പത്മജ നായിഡുവിനെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഡൽഹിയിലും കണ്ടിരുന്നതായിട്ട് പറയുന്നുണ്ട്. നെഹ്റുവിൻ്റെ എപ്പോഴും അവർ നെഹ്റുവിൻ്റെ മുറി ഏതാണോ അതിൻ്റെ അടുത്ത മുറിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് എന്ന് മത്തായി എഴുതിയിട്ടുണ്ട്. ഈ പത്മജ നെഹ്റുവിൻ്റെ മുറിയുടെ അടുത്ത മുറിയിൽ താമസിച്ചിരുന്നു. അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഇവർ ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ കൊല്ലവും നവംബർ ആദ്യവാരം ഡൽഹിയിൽ നെഹ്റുവിൻ്റെ ഔദ്യോഗിക വസതിയിൽ ചെല്ലുമായിരുന്നു. അതായത് നെഹ്റുവിൻ്റെ ജന്മദിനം നവംബർ 14, ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നവംബർ 19, പത്മജ നായിഡുവിൻ്റെ ജന്മദിനം നവംബർ 17. അപ്പോൾ ഈ ജന്മദിനങ്ങളൊക്കെ അടുത്തടുത്ത് കൊണ്ടാടാൻ വേണ്ടി അപ്പോൾ ഒന്നിച്ച് തീരുമല്ലോ. ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് എല്ലാ ജന്മദിനവും ആഘോഷിച്ച് തീർക്കാം. വേണമെങ്കിൽ ഇന്ദിരാഗാന്ധി എപ്പോഴാണോ ആട്ടിപ്പായിക്കുന്നത് അപ്പം ഇറങ്ങാം, ജന്മദിനമൊക്കെ കൊണ്ടാടിയിട്ട്. അപ്പോൾ ഈ ഒരുപാട് കാലം താമസിക്കില്ലായിരുന്നു വന്നാൽ, ഇന്നരക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് മാത്രമല്ല ആ കാലത്ത് ഈ എഡ്വിന മൗണ്ട് ബാറ്റൻ്റെ ഭാര്യയായിട്ടും നെഹ്റുവിന് ബന്ധം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എപ്പോഴും പിന്നെ പത്മജയ്ക്ക് നെഹ്റുവിൻ്റെ കൂടെ താമസിക്കാൻ പറ്റില്ല, കാരണം എഡ്വിനെയും കൂടി കൈകാര്യം ചെയ്യണ്ടേ. അപ്പോൾ ആ പ്രയാസം ഉണ്ടായിരുന്നു. 1947 നെഹ്റു ലക്നൗവിൽ ശീതകാലത്ത് പോയി. അപ്പോൾ സരോജിനി നായിഡു ഉത്തർപ്രദേശ് ഗവർണറാണ്. ഒരമ്മയും മകളുമാണ് ഇന്ത്യയിൽ ഗവർണറായിട്ടുള്ളത്, സരോജിനി നായിഡു പത്മജ നായിഡു. സരോജിനി നായിഡു ഉത്തർപ്രദേശിൽ, മറ്റൊരു പശ്ചിമ ബംഗാളിൽ പത്മജ. അപ്പോൾ സരോജിനി നായിഡു ഉത്തർപ്രദേശിൽ ഗവർണറായിരിക്കുമ്പോൾ അവിടെ പത്മജ കൂടെയുണ്ട്. 47 നെഹ്റു ലക്നൗവിൽ പോയി. ആ സമയത്ത് പത്മജ നായിഡുവിനെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കും എന്നൊരു റൂമർ ഉണ്ടായിരുന്നു. നെഹ്റു അത്തവണ ലക്നൗവിൽ ചെല്ലുന്നത് അതിനു വേണ്ടിയാണെന്ന് സരോജിനി നായിഡുവും പത്മജയും കരുതി. ഇങ്ങനെ ലക്നൗവിലേക്ക് വരികയാണല്ലോ, ചിലപ്പോൾ ഈ വിവാഹം ആലോചിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് കരുതി. പക്ഷേ നെഹ്റു ലക്നൗവിൽ ചെന്നത് എഡ്വിന മൗണ്ട് ബാറ്റൻ്റെ കൂടെയാണ്. അപ്പോൾ ശുഭിതയായി, പത്മജ നായിഡു ശുഭിതയായി. ഒരു കൊല്ലം കഴിഞ്ഞ് അവർ നോക്കുമ്പോൾ ഡൽഹിയിൽ നെഹ്റുവിൻ്റെ മുറിയിൽ ചുമരിൽ എഡ്വിനയുടെ ചിത്രം തൂക്കിയിരിക്കുന്നു. അപ്പോഴും ശുഭിതയായി പത്മജ നായിഡു. ഇവിടെ എന്താണ് എൻ്റെ ഒരു പടം ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ട് അവർ തന്നെ അവരുടെ ഒരു ചെറിയ പടം അവിടെ ചുമരിൽ തൂക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1948 തന്നെ ഇവർ MP ആയി. നെഹ്റുവിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് 48 വയസ്സുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ സ്ഥിരമായിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞയച്ചു. അത് ഇന്ദിരാഗാന്ധിയുടെ ഇടപെടലിലൊക്കെ കാണും. ഒരുപാട് സ്ത്രീകളിങ്ങനെ നെഹ്റുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് പത്മജയെ ദുഃഖിപ്പിച്ചു എന്ന് മത്തായി എഴുതിയിട്ടുണ്ട്. ഗവർണറായിട്ട് അവർ അത്യാവശ്യം നല്ല സേവനമാണ് നടത്തിയത്. അതേപ്പറ്റിയൊക്കെ ധാരണകളൊക്കെ ഉണ്ടല്ലോ അവർക്ക്. അതെ, ഇന്ദിര ഉടക്കിയില്ലായിരുന്നെങ്കിൽ വിവാഹം നടന്നു പോയേനെ എന്ന് വിജയലക്ഷ്മി പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട് പീപ്പിൾ ജേക്കറിനോട്. ഇന്ദിരയുടെ ഉടക്കാണ് പറ്റിപ്പോയത്. അപ്പോൾ അപ്പോഴാണ് ചോദിച്ചത്, പ്യൂപ്പിൽ നിനക്കറിയില്ലേ അവരൊരുപാട് കാലം ഒന്നിച്ച് ജീവിച്ചതാണ് എന്ന്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഒരുപാട് അനുഭവിച്ചതാണ്, ഇന്ദു ഒരുപാട് അനുഭവിച്ചു, ഇനിയും അനുഭവിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ്
നെഹ്റു പത്മജയെ വിവാഹം ചെയ്യാതിരുന്നത് എന്നാണ് അതിൽ പറഞ്ഞത്. അലക്സ് വോൺ ടെസ്മാൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ ഇന്ത്യൻ സമ്മർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു തവണ എഡ്വിനയുടെ ചിത്രം ഈ കിടപ്പുമുറിയിൽ കണ്ടിട്ട് അതെടുത്തിട്ട് പത്മജ നായിഡു വലിച്ചെറിഞ്ഞു എന്നെഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വലിച്ചെറിയുമ്പോൾ ഇങ്ങനെ ചില്ലൊക്കെ തകരും. അതെ അതെ, നല്ലൊരു നാടകീയ രംഗം ഉണ്ടാവും. ഇതിൽ ഈ പത്മജയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയൊരു പ്രണയലേഖനം. പ്രണയലേഖനത്തിൽ മുഴുവൻ രാഷ്ട്രീയമാണ് കേട്ടോ. ശരിക്കും അങ്ങനൊരു പ്രണയലേഖനം ടൈപ്പ് ചെയ്തത് ഉണ്ട്. ദി സെലക്റ്റഡ് വർക്ക്സ് ഓഫ് നെഹ്റു, അതിൻ്റെ വോളിയം 1 ഇതുണ്ട്. ഇങ്ങനത്തെ കത്തുകൾ ഒക്കെ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. പൊളിറ്റിക്സ് അതിൻ്റെ അകത്തുള്ളത് കൊണ്ട്. ഇത് പാട്നയിൽ നിന്ന് 1946 നവംബർ 5 എഴുതിയ കത്താണ് നെഹ്റു. ഡിയർ എന്നാണ് സംബോധന തുടങ്ങുന്നത്. ലവ് എന്ന് പറഞ്ഞാണ് അവസാനം ഒപ്പിട്ടിരിക്കുന്നത്. ഡിയർ, ഇങ്ങനെ കാര്യങ്ങൾ. ആ കാര്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ ചുരുക്കി പറയാം. ആ കത്തിലുള്ള കാര്യം: പാതിര കഴിഞ്ഞു, വലിയ ക്ഷീണം തോന്നുന്നു, പക്ഷെ ഒരു കാര്യത്തിലൊരു സന്തോഷം തോന്നിയപ്പോൾ അത് പങ്കിടാനായിട്ട് എഴുതുകയാണ് എന്ന് പറയാണ്. അങ്ങനെ വൈകിട്ട് ഭാഗൽപൂരിൽ നിന്ന് ഞാൻ വിമാനത്തിലാണ് ഇവിടെ എത്തിയത്. താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലോ മറ്റോ എത്തിയത്. മടങ്ങി എത്തിക്കഴിഞ്ഞപ്പോൾ പട്ടാളം ഗ്രാമത്തിലൊരു കർഷക കൂട്ടത്തെ വെടിവെച്ചു എന്നുള്ള വിവരം കിട്ടി. പട്ടാളം കർഷക കൂട്ടത്തെ, ഇന്ത്യയിൽ ബീഹാറിൽ കർഷക കൂട്ടത്തെ വെടിവെച്ചു എന്ന വിവരം കിട്ടി. 400 പേർ കൊല്ലപ്പെട്ടു. 400 ഹിന്ദു കർഷകർ കൊല്ലപ്പെട്ടു. സാധാരണഗതിയിൽ ഇത് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടേണ്ടതാണ്, നെഹ്റു പറയുക, ഞെട്ടേണ്ടതാണ്. പക്ഷേ എനിക്കിപ്പോൾ ആഹ്ലാദം തോന്നി. അതെന്താണെന്നല്ലേ, എന്തുകൊണ്ടാണെന്നല്ലേ? ഹിന്ദു കർഷക കൂട്ടങ്ങൾ പല ക്രൂരതകളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അവർ പലരെയും കൊന്നിട്ടുണ്ട്. ഹിന്ദു കർഷക സംഘങ്ങൾ കൊന്നിട്ടുണ്ട്. ബീഹാർ കർഷകർക്ക് എന്തുകൊണ്ടാണ് കൂട്ടത്തോടെ ഭ്രാന്ത് വന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ 400 ഈ ഹിന്ദു കർഷകരെ പട്ടാളം കൊന്നു കഴിഞ്ഞപ്പോൾ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായി. അതുകൊണ്ടാണ് സന്തോഷം. ക്രൂരമായ മനസ്സായിരുന്നു അപ്പോഴും അല്ലേ? ഇങ്ങനെ എഴുതിയിട്ടാണ് ലവ് എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വേറെ പ്രണയവാചകങ്ങളൊന്നുമില്ല. രാഷ്ട്രീയം അങ്ങനെ പറയുന്നത്. ഈ രാത്രി വന്നു 400 ഹിന്ദു കർഷകരെ കൊന്നു എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. എന്നാൽ കാമുകി അറിയിച്ചിരിക്കാം, ഹിന്ദു കർഷകർ 400 പേര് കൊല്ലപ്പെട്ടതിലുള്ളൊരു സന്തോഷം ഞാൻ എന്താ പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രണയലേഖനം. ശരിക്കും ഈ വേറെ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ കണ്ണിൽ പെടുക എന്നാണ് വിചാരിച്ചത്. നെഹ്റുവിൻ്റെ സെലക്റ്റഡ് വർക്ക്സ് ആദ്യത്തെ ബാല്യത്തിൽ ഈ കത്തും കിടക്കുന്നുണ്ട്. ഇതായിരുന്നു എന്തോ ഒരു പ്രത്യേകതരം മനസ്സ് അല്ലേ? അതെ, എന്താ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു പിടിയില്ലാത്ത വണ്ണം ഇഷ്ടംപോലെ പെണ്ണുങ്ങളുടെ കൂട്ടം, ഹിന്ദുക്കൾ. അത് ഗാന്ധിയും പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗാന്ധിയുടെ വാചകങ്ങളുമൊക്കെ ഉണ്ട്. കാരണം ഹിന്ദുക്കൾ ഭീരുക്കളാണ്. എന്തായാലും ഇപ്പോൾ ഈ നെഹ്റുവിൻ്റെ അറിയാ കഥകളാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ കഥയമ്മയിലൂടെ മുന്നോട്ട് വെച്ചത്. ഈ നെഹ്റുവിന് ഇങ്ങനെ പത്മജ നായിഡുമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ച് അറിയാത്ത എത്രയോ പേരുണ്ടാകും. അപ്പോൾ ആ പ്രേക്ഷകർക്ക് മുന്നിൽ തികച്ചും വ്യത്യസ്തമായ ഒരു കഥ മുന്നോട്ട് വെച്ചു. ഇനിയും ഇത്തരത്തിൽ അറിയപ്പെടാത്ത കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.